ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അരിപ്പൊടി ഉപ്പും വെള്ളം മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ദോശ റെസിപ്പിയും അതുപോലെ തന്നെ വിറകടുപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചുട്ടരച്ച നാടൻ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നേരം വൈകിട്ടൊക്കെ നമ്മൾ നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അരി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ആ അരി നമ്മളിവിടെ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ 2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരിയില്ലാത്ത പൊടിയാണ്. അപ്പോൾ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. എല്ലാം ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 കപ്പോളം തിളച്ച വെള്ളം, നല്ല നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തിളപ്പിക്കുന്ന പോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുള്ള നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടി ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്ര തന്നെ 2 കപ്പോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് 3 കപ്പ് വെള്ളമാണ് കേട്ടോ. അതായത് സാധാ വെള്ളം 3 കപ്പും തിളച്ച വെള്ളം 2 കപ്പും 5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 1 കപ്പ് സാധാരണ വെള്ളം മാറ്റി വെച്ചിരിക്കുകയാണ്. 4 കപ്പ് വെള്ളം മാത്രമാണ് മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അളവ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. 2 കപ്പ് തിളച്ച വെള്ളം 2 കപ്പ് സാധാരണ വെള്ളം, അതാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചൂടിൽ വെള്ളം ഒഴിച്ചാൽ പോരേന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഈ തിളച്ച വെള്ളത്തിൽ ഇതുപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ടെക്സ്ചറും ഒരു രുചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ അരിപ്പൊടിയിൽ മുട്ടയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നമുക്ക് നല്ല രുചികരമായിട്ടും നല്ല സോഫ്റ്റായിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് സാധാരണ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ. ഇനിയാണ് നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ 3 കപ്പ് സാധാരണ വെള്ളം 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് ഈ മാവ് ഇരിക്കുക കേട്ടോ. സാധാരണ പൊടിച്ച് വറുത്തെടുക്കുന്ന പൊടിയിലൊക്കെ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി നല്ല കൂടുതലാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കിയെടുക്കണേ. കുറച്ച് അരിപ്പൊടി ആണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒട്ടും തന്നെ കട്ടയില്ലാതെ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 5 മീഡിയം സവാള, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10ഓളം അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ തന്നെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളിത് അടുപ്പൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാൻ നല്ല ചൂടുള്ള ഇങ്ങനെ പതിച്ചിരിക്കുന്ന അടുപ്പിലേക്ക് കനലിലേക്ക് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് കേട്ടോ. ഇതെല്ലാം കൂടെ തന്നെ. അപ്പോൾ അതിന് പകരം എന്നോട് ഒട്ടും എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് ചുട്ടെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്നിങ്ങനെ പൊള്ളി വരണം. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദോശ മാവുണ്ടല്ലോ, അരിപ്പൊടി കൊണ്ടുള്ള ഈ മാവ് നമ്മളിങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ മാവൊക്കെ താഴെ പോവും, വെള്ളം ഇങ്ങനെ മേലെ നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ദോശ തവയിൽ നമുക്ക് ഉണ്ടാക്കാം, നോൺ സ്റ്റിക്കിൻ്റെ തവയിലും ഉണ്ടാക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലോണം ഇതുപോലെ തേച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. എന്നിട്ട് നല്ല ലൂസായ മാവ് ഇതുപോലെ കോരി ഒഴിക്കാം. അപ്പോൾ നമ്മൾ അരി കുതിർത്ത് വെച്ച് അരി മാത്രം അരച്ച് നല്ല ലൂസിലൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റാണ്. അതായത് നനച്ച് വറുത്ത പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ഒരു പ്രത്യേക മണോ ഒരു രുചിയൊക്കെയാണ് കേട്ടോ. അതങ്ങനെ നമ്മളിപ്പോൾ
ഇനി കുറേ ദിവസത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെയുള്ള അരിപ്പൊടി വെച്ചിട്ടായിരിക്കും കേട്ടോ. നാട്ടിലൊക്കെ പോയി വന്നാൽ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. ഈ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ നനച്ച് പൊടിച്ച് വറുത്തെടുക്കുന്ന പൊടി വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണ് കേട്ടോ അരിപ്പൊടി കൊണ്ട്. ഇപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ഇവിടെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ നേരമൊക്കെ വൈകി എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ദോശയും ചട്നിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ തൂവി 2 സൈഡ് നല്ല മൊരിയിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു ദോശ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് ചൂടിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ പിള്ളേരൊക്കെ കഴിച്ചു തുടങ്ങും കേട്ടോ. കാലത്ത് നേരത്തെ ഉണ്ടാക്കണം. നേരത്തെ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും ടിഫിനാക്കണം, അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നല്ല നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇതുപോലെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു അരിപ്പൊടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അതിനൊരു വേറെ രുചിയും ഇതിനൊരു വേറെ രുചിയും തന്നെയാണ്. പൊടിച്ചിട്ട് വറുത്തെടുക്കുന്ന അരിപ്പൊടിയുടെ ഒരു മണം, നല്ലൊരു മണമാണ് അതിന് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണ തൂവി കൊടുത്ത് എടുക്കാം കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇനി ഞാനിവിടെ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുള്ള പൊള്ളിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും സവാളൊക്കെയാണ് കേട്ടോ. തക്കാളിയൊക്കെ കണ്ടില്ലേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പുറത്തെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ എണ്ണയിൽ വഴറ്റി ഉണ്ടാക്കുന്ന ചട്നിയും ഇതുപോലെ പൊള്ളിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചട്നിയൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ളതാണ്. ശരിക്കും ഇത് നാട്ടിലൊക്കെ ചെയ്തെടുക്കാറ് നല്ല ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നല്ല കനലിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. വെളുത്തുള്ളിയൊക്കെ തൊലി കളയാതെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം തന്നെ മുറിച്ച് വെച്ചേക്കണേ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ചട്നി. ഇത് നമുക്ക് തലേ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ പൊള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചട്നി. അപ്പോൾ അതാ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. തക്കാളി നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ലേ, എന്നാലും എനിക്ക് കുറച്ച് പുളി ചേർത്താലാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉള്ളി നമ്മൾ ഈ സവാള ഉണ്ടല്ലോ അതും 4ആയിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എരിവിനായിട്ട് ഞാനിവിടെ 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പാണ്, അതും 1/2 സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസിലാണ് ഇരിക്കുക, കാരണം തക്കാളിക്ക് നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ തക്കാളിയുടെ ആ ഒരു ജ്യൂസിൽ തന്നെ ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുക. ഒട്ടും നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നല്ല മണമാണ് കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സവാള എല്ലാം കൂടെ ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പണി. ഇത് നമുക്ക് മസാല ദോശയുടെ കൂടെ, സാദാ ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ കേട്ടോ. എനിക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോലും നല്ല ഇഷ്ടമാണ് കേട്ടോ, അത്രയും രുചിയാണ്. അപ്പോൾ ഈ ഒരു എളുപ്പത്തിലുള്ള ചട്നി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ചട്നി ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ സിമ്പിളാണ്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ.